കണ്ണൂർ സീറ്റ് കെ സുധാകരന് ഹൈക്കമാൻഡ് നിഷേധിച്ചപ്പോൾ വിജയം കണ്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കുതന്ത്രങ്ങൾക്ക്. സീറ്റ് ലഭിക്കാതെ ഒടുവിൽ സുധാകരന് നാണം കെട്ട് ദില്ലിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. സീറ്റ് നിഷേധിച്ച ഹൈക്കമാൻഡിന്റെ നടപടികളിൽ സുധാകര പക്ഷത്തിനിടയിൽ കടുത്ത അമർഷം പുകയുകയാണ്. 3 ദിവസം ഡൽഹിയിലെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങാതെ കണ്ണൂർ സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കിയ കെ സുധാകരനൊടുവിൽ വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. സിറ്റിംഗ് എംപിമാർ മത്സരിക്കേണ്ട എന്ന വി.ഡി. സതീശന്റെയും കൂട്ടരുടെയും നിലപാടിനെ പൂർണ്ണമായും പച്ചക്കൊടി വീശുകയായിരുന്നു ഹൈക്കമാൻഡ്. ഗത്യന്തരമില്ലാതെ പാർട്ടിയിൽ തുടരുമെന്ന് സുധാകരന് പറയേണ്ടി വന്നു. പാർട്ടിയിൽ തുടരും, പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിരിക്കുകയാണല്ലോ. ഒന്നും മിണ്ടാതിരിക്കാമറ. സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? തന്റെ വിശ്വസ്തനായ റിജിൽ മാക്കുറ്റിക്ക് സീറ്റ് നൽകാമെന്ന സുധാകരന്റെ ആവശ്യവും ഹൈക്കമാൻഡ് വെട്ടി. ഇതോടെ പാർട്ടിയിൽ കെ സുധാകരൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. രാത്രിയോടെ കണ്ണൂരിലെ വിമാനത്താവളത്തിലെത്തിയെങ്കിലും മാധ്യമങ്ങളെ കാണാൻ സുധാകരൻ തയ്യാറായില്ല. കണ്ണൂർ DCC ഓഫീസിൽ കഴിഞ്ഞ ദിവസം ജില്ലാ നേതാക്കൾക്കെതിരെ വളരെ രൂക്ഷമായാണ് സുധാകരൻ അനുകൂലികൾ പ്രതികരിച്ചത്. സുധാകരനെ ചതിച്ച കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയായ TO മോഹനനെ തോൽപ്പിക്കുമെന്നാണ് സുധാകര പക്ഷത്തുള്ളവരുടെ തീരുമാനം. കൈരളി ന്യൂസ്, കണ്ണൂർ.